ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്വാഗതം. ഇന്ന് നമ്മളിത് അതുപോലത്തെ സ്ക്രഞ്ചീസ് കേട്ടോ, സാറ്റിൻ്റെ സ്ക്രഞ്ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രഞ്ചീസാണ് കേട്ടോ. നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് അതുപോലത്തെ ഒരു സാറ്റിൻ്റെ ക്ലോത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നൊരു 42 സെൻറ്റിമീറ്റർ നീളവും ഒരു 4 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡുമില്ലേ, ഈ രണ്ട് സൈഡൊന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഈ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ ഒരു സൈഡ് അതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുകൾ വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ നീട്ടി നീട്ടി കൊടുത്ത് നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയൊരു ഭാഗം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് ഭാഗം നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ലാസ്റ്റ് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് നമ്മൾ അവസാനിപ്പിച്ചാൽ മതി. കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ക്ലോത്ത് ഇതുപോലെ പുറത്തോട്ട് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലോത്ത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. റൗണ്ടായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇതവിടെ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ആ ഗ്യാപ്പിലൂടെ നമ്മൾ അതുപോലത്തെ സ്ക്രഞ്ചീസിൻ്റെ എലാസ്റ്റിക് അവൈലബിൾ ആണ്. അത് നമുക്ക് ഇതിന് കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ നമ്മളവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം കെട്ട് അഴിഞ്ഞു പോന്നാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ ബാക്കിയുള്ള എലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മുടെ ആ കെട്ട് വരുന്ന ഭാഗമല്ലേ, അത് നമ്മുടെ സ്ക്രഞ്ചീസിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കാം. ഇതുപോലെ ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സ്ക്രഞ്ചീസ് കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് വരുന്ന ഭാഗം ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ സൂചിയും നൂലും എടുത്തിട്ട് ഇതിൻ്റെ ഉൾവശത്ത് കൂടി പുറത്തോട്ട് സൂചി എടുക്കുക. ഇതുപോലെ ഉൾവശത്തു നിന്ന് എടുക്കണം കേട്ടോ. പുറത്തുനിന്ന് ഉള്ളിലോട്ടില്ല, ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ തന്നെ ഇതുപോലെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അതുപോലെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുക്കുക. വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ചെയ്തെടുക്കുക. അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണില്ല. അതുപോലെ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നൂല് കെട്ടിയിട്ട് കൊടുക്കാം. അതുപോലെ നന്നായി ടൈറ്റ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ അടിപൊളി സ്ക്രഞ്ചീസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി കാണുന്ന കൂട്ടുകാരിൽ നിന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ.